ഹല്ലേലൂയ. മനുഷ്യൻ എന്താണോ വിളിച്ചത് അത് പേരായി. മനുഷ്യൻ എന്താണോ പറഞ്ഞത് അത് സംഭവിച്ചു. നിങ്ങൾ പറയുന്നതാണ് സംഭവിക്കുക. അതുകൊണ്ട് വായ്ത്തോന്ന് വിളിച്ച് പറയരുത്, ആത്മാവിൽ സംസാരിക്കുന്നതൊക്കെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചുമ്മാ എന്തെങ്കിലും പറഞ്ഞേക്കരുത്. കുടുംബത്തിൽ കയറി വെറുതെ അഭിപ്രായങ്ങൾ പറഞ്ഞേക്കരുത്, വെറുതെ ഡയലോഗ് ഇട്ടേക്കരുത്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നിങ്ങളുടെ വാ അധികാരിയുടെ വായാണ്. നിങ്ങളുടെ നാവിൽ ജീവനും മരണവുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അടയ്ക്കുവാനും തുറക്കുവാനും നിങ്ങളുടെ നാവിന് അധികാരമുണ്ട്. ഹല്ലേലൂയ. ദൈവം തന്റെ ഭരണകർതൃത്വം മനുഷ്യന് കൈമാറിയിരിക്കുകയാണ്. നിങ്ങൾ എത്ര പേരത് അറിഞ്ഞിട്ടുണ്ട്? യേശു ഭൂമിയിൽ വന്ന സാത്താന്റെ അധികാരത്തെ പിടിച്ചെടുത്ത് തന്റെ അധികാരമാക്കിയതിന് ശേഷം യേശു അധികാരത്തെ തന്നിൽ വിശ്വസിക്കുന്നവരുടെ കയ്യിലേക്ക് കൊടുത്തു. ചിലർ ഈ അധികാരപത്രമൊക്കെ ഒപ്പിട്ട് വാങ്ങിയിട്ട് അലമാരി പൂട്ടി വെച്ചിട്ട് അവരിങ്ങനെ തടിക്ക് കൈയും കൊടുത്തിരിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ ഇങ്ങനെ പറഞ്ഞേ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 28-18 ഉയർത്തെഴുന്നേറ്റ യേശു ശിഷ്യരുടെ അടുത്ത് ചെന്ന് അവരുടെ ഹൃദയ കാഠിന്യത്തെ കുറ്റപ്പെടുത്തി, അവരുടെ വിശ്വാസരാഹിത്യത്തെ കുറ്റപ്പെടുത്തിയ ശേഷം ഇങ്ങനെ പറഞ്ഞു. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അധികാരം മുഴുവൻ ആരുടെ കയ്യിലായി? യേശുവിന്റെ കയ്യിൽ. All power is given unto me in heaven and in earth. Hallelujah. സകല അധികാരവും ആരുടെ കയ്യിലായിരിക്കുന്നത്? എല്ലാവരും അതൊന്ന് കണ്ട്. പിശാചിന്റെ കയ്യിലിരിക്കുന്ന അധികാരം മുഴുവൻ ആരുടെ കയ്യിലായി? യേശുവിന്റെ കയ്യിലായി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 28-19 വായിച്ച്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. എന്റെ കയ്യിലേക്ക് അധികാരം വന്നു, അതുകൊണ്ട് നിങ്ങൾ ഇനി പുറപ്പെടുക, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്, ടീച്ചിങ് ദം, അവരെ അത് പഠിപ്പിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ. I am with you always unto the end of the world. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നരുളി ചെയ്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പോൾ അധികാരം ആരുടെ കയ്യിലാണ്? യേശുവിന്റെ കയ്യിൽ. ഹല്ലേലൂയ. ആ അധികാരം നിങ്ങളുടേതുമാകുകയാണ്. എങ്ങനെയാ? വിശ്വാസം വഴി. നിങ്ങൾ ദൈവത്തിന്റെ മക്കളായി തീർന്നിരിക്കുകയാണ്. അതാണ് യോഹന്നാൻ 1:12. യോഹന്നാന്റെ സുവിശേഷം 1:12. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. വായിച്ചേ 1:12 വായിച്ചേ. യോഹന്നാൻ 1:12. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന കത്തോലിക്കിന് മാത്രമല്ലേ പറ്റുള്ളൂ, അവകാശമുള്ളൂ. അധികാരം ഓർത്തഡോക്സുകാരന് മാത്രമല്ലേ ഉള്ളൂ. ഒന്ന് മെത്രാൻ തിരുമേനി തന്നാലല്ലേ ഇത് കിട്ടുള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞു. അല്ലെ പെന്തക്കോസ്ത് പാസ്റ്റർക്ക് മാത്രമല്ലേ ഉള്ളൂ? ആണോ? ആരാണോ അവനെ കൈക്കൊണ്ടിരിക്കുന്നത്, ആരാണോ യേശുവിൽ വിശ്വസിക്കുന്നത്, ഹല്ലേലൂയ, അവർക്കെല്ലാം ആരാകാൻ? ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യേശു നിങ്ങൾക്ക് തന്നുപോയ അധികാരം സങ്കീർത്തനങ്ങൾ എടുത്ത് 115:16. സങ്കീർത്തനം 115:16 വായിച്ചേ. നിങ്ങൾക്കും ഇപ്പോൾ ദൈവത്തിനും തമ്മിലുള്ള അധികാരത്തിന്റെ വ്യത്യാസം അവിടെ കാണാം. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു. സ്വർഗം ആരുടെയാ? യഹോവയുടെ സ്വർഗമാകുന്നു. എല്ലാവരും പറഞ്ഞേ, സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു. അടുത്തത്, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. ഭൂമിയെ ദൈവമക്കൾക്ക് കൊടുത്തിരിക്കുന്നു.
മനുഷ്യ മക്കൾക്ക്, ചിൽഡ്രൻസ് ഓഫ് ഗോഡ്, മനുഷ്യ മക്കൾക്ക് കൊടുത്തിരിക്കുന്നു. അപ്പൊ സ്വർഗം ആരുടെ പരിധിയിലായിരിക്കുന്നത്? യഹോവയുടെ. നിങ്ങൾ ഇവിടുന്ന് സ്വർഗത്തിലെ കാര്യമൊന്നും കൈകാര്യം ചെയ്യാൻ നിൽക്കണ്ട കേട്ടാ. ഒരു ഹല്ലേലൂയ പറഞ്ഞു. അധികാരം കിട്ടി എന്നാ പിന്നെ സ്വർഗത്തിലെ ഒരു കാര്യം ഞാൻ കൈകാര്യം ചെയ്തേക്കാം, വേണോ? ആ ദൈവം ചെയ്തോളൂ, യഹോവ ചെയ്തോളൂ അവിടുത്തെ കാര്യം കേട്ടോ. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. അതുപോലെ ഇവിടെ ഭൂമിയിൽ ജീവനോടിരിക്കുന്നവരുടെ കാര്യം നോക്കിയാൽ മതി. എന്നാ പിന്നെ മരിച്ചവനെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ടേക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്തേക്കാം. ഒരു ചെറിയ പ്രസിദ്ധി കിടപ്പുണ്ട്, മരിച്ചു പോയതാ, 3 തലമുറയ്ക്ക് മുമ്പുള്ളതാ. എന്നാ ഓനെ നമുക്ക് അങ്ങോട്ട് കയറ്റിവിടാം. ഒരു ഹല്ലേലൂയ പറഞ്ഞു. എങ്ങോട്ട്? മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ നീ. പുസ്തകമൊക്കെ എടുത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. കൂടെ ജീവിത ചെയ്തികളും വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതേനിക്കായി. ഭയങ്കര പ്രാർത്ഥനയും വീശലും ഒക്കെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നീ ഇടത്തെ കാര്യം നോക്കിയാൽ മതി, മരിച്ചു കിടന്നങ്ങ് പോയവന്റെ കാര്യം മൂപ്പര് നോക്കിക്കോളും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നീ ഇവിടെ കൈകാര്യം ഒന്നും ചെയ്യണ്ട. ഹല്ലേലൂയ. സ്വർഗം യഹോവയുടേതാകുന്നു, ഭൂമി മനുഷ്യരുടെ കരങ്ങളിൽ നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. മത്തായി 16:19. മത്തായി 16:19. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. ഏതാ തരുന്നത്? സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. ഈ താക്കോൽ വെളിപാട് പുസ്തകം പറയുന്ന ആരംഭത്തിൽ പറയുന്നത് സ്വർഗത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ കയ്യിൽ, ഉയർത്തെഴുന്നേറ്റവന്റെ കയ്യിൽ. ഇപ്പൊ പറയുകയാണ് സ്വർഗരാജ്യത്തിന്റെ ഈ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. എന്താണ് അതിന്റെ അർത്ഥം? കീസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ. എന്താണ് അതിന്റെ അർത്ഥം? നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും നീ ഇവിടെ എന്തെങ്കിലും കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. അത് അവിടെയും യെസ് പറയും. നീ ഇവിടെ ഒരു ആജ്ഞ പുറപ്പെടുവിച്ചാൽ ദൈവത്തിന് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് വിടുവായത്തരം പറയരുത്. നന്നാവൂന്ന് തോന്നുന്നില്ലപ്പ, ഒരാളുടെ പറച്ചില്ല. ഇതുകൊണ്ടൊന്നും രക്ഷപ്പെടൂന്ന് തോന്നുന്നില്ലപ്പ. അപ്പൊ തന്നെ സ്വർഗത്തിൽ അത് ക്ലിയർ ആക്കി പോവാൻ ഇനി രക്ഷപ്പെടില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. നീ ഭൂമിയിൽ എന്താണോ അഴിക്കുന്നത് അത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ഹല്ലേലൂയ. ഈ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ രോഗി തളർന്നു കിടക്കുക. കഴുത്തിന് കീഴ്പോട്ട് അരക്കെട്ട്, ശരീരം മുഴുവൻ തളർന്നു കിടക്കുക. ജനറൽ വാർഡിൽ വന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൈകാലുകൾ ചലിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അദ്ദേഹം എഴുന്നേറ്റിരുന്നു. ഹല്ലേലൂയ. അദ്ദേഹം നടക്കാൻ തുടങ്ങി. ആ വാർഡിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാം ഒന്നിച്ചുകൂടി. അപ്പൊ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് സ്കൂട്ടായി. പ്രൈസ് ദി ലോർഡ്. വർഷങ്ങൾക്ക് ശേഷം അതേ ഹോസ്പിറ്റലിന്റെ അടുത്ത സമീപത്ത് സ്വർഗം ഞങ്ങളെ കൊണ്ടെത്തിച്ച് നിർത്തിയിരിക്കുകയാണ്. കൈയടിച്ച് കത്താൻ നന്ദി പറയാം. ഹല്ലേലൂയ. നീ ഭൂമിയിൽ കെട്ടുന്നൊക്കെ സ്വർഗത്തിൽ കെട്ടപ്പെടും. നീ ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. ഇപ്പോൾ ഈ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ ദൈവത്തിന്റെ കയ്യിലല്ല, യേശുവിന്റെ കയ്യിലല്ല, നമ്മുടെ കയ്യിലാണ്. പാപത്താൽ മരണം, ഹല്ലേലൂയ, അത് വഴി പാതാളത്തിലേക്ക് പോകേണ്ടവരെ വിടുവിക്കുന്ന താക്കോൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പാപത്താൽ മരിച്ചവനെ വിടുവിക്കുന്ന ശുശ്രൂഷ നിന്റെ കയ്യിലാണ്. താക്കോൽ നിന്റെ കയ്യിലാണ്. ഹല്ലേലൂയ. അത് നിന്റെ കഴിവിനാൽ കിട്ടിയതല്ല, അത് ക്രിസ്തുവിന്റെ ജീവനാൽ ലഭിച്ചതാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം മരണം ആധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിയുടെയും ദാനത്തിന്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലം എത്രയോ അധികമായി ജീവനിൽ വാഴും. ഒരു മനുഷ്യന്റെ പാപത്താൽ, അതേതാ ഒരു മനുഷ്യൻ? ആദാം എന്ന ഏകന്റെ പാപത്താൽ മരണം വാഴ്ച നടത്താൻ തുടങ്ങി.
ഹലോ, അറിഞ്ഞോണം. ഒരുവന്റെ പാപത്താൽ മരണം അവന്റെ മേൽ എന്ത് ചെയ്യാൻ തുടങ്ങി? വാഴ്ച നടത്താൻ തുടങ്ങി, ആധിപത്യം നടത്താൻ തുടങ്ങി. എന്നാൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവൻ. അതാരാ സ്വീകരിക്കുന്നത്? നമ്മള്. കൃപ ആരിൽ നിന്നാ വരുന്നത്? യേശുവിൽ നിന്ന്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നീതി ആരിൽ നിന്നാ വരുന്നത്? യേശുവിൽ നിന്ന്. അതിന്റെ സമൃദ്ധി സ്വീകരിക്കുന്നവൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കൃപ സ്വീകരിക്കുന്നവൻ, നീതിയുടെ സമൃദ്ധി സ്വീകരിക്കുന്നവൻ യേശു ക്രിസ്തു എന്ന വായിച്ചേ, സമൃദ്ധി സ്വീകരിക്കുന്നവൻ യേശു ക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലം. യേശു ക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലം. രണ്ട് മനുഷ്യന്മാരെ പറയുന്നു. ഒന്ന് ആദാം എന്ന ഏക മനുഷ്യൻ. ഇവിടെ പറയാണ് ക്രിസ്തു എന്ന ഏക മനുഷ്യൻ മൂലം എത്രയോ അധികമായി ജീവനിൽ വാഴും. യേശുവിന്റെ ജീവനിലാണ് നമ്മുടെ വാഴ്ചയിരിക്കുന്നത്. യേശുവില്ലാതെ വാഴ്ചയില്ല. ഹലോ, യേശുവില്ലാതെ നിനക്ക് വാഴുവാൻ സാധ്യമല്ല. യേശുവിലാണ് നിന്റെ വാഴ്ചയിരിക്കുന്നത്. യേശുവിന്റെ കൃപയും യേശുവിന്റെ നീതിദാനവും സ്വീകരിച്ചിരിക്കുന്ന നീ എത്രയോ അധികമായി ജീവനിൽ വാഴും. കൃപയും നീതിദാനവും യേശു ക്രിസ്തുവിൽ നിന്ന് സ്വീകരിക്കുന്നവനാണ് വാഴുവാൻ തുടങ്ങുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അറിയുക, ഭൂമി, പാതാളം, സമുദ്രം, ആകാശം, ഇതൊക്കെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അധികാര മണ്ഡലമാണ്. ഇവിടെ പ്രവർത്തിക്കുന്ന പാപത്തെ, രോഗത്തെ, ലോകത്തെ, സാത്താന്യ ശക്തികൾ, ഇവയ്ക്കൊന്നിനും നമ്മുടെ മേൽ ആധിപത്യം വെക്കുവാൻ നിലവിൽ സാധ്യമല്ല. പാപത്തിന് നമ്മുടെ മേൽ ആധിപത്യം വെക്കുവാൻ സാധ്യമല്ല. രോഗങ്ങൾക്ക് നമ്മുടെ മേൽ ആധിപത്യം വെക്കുവാൻ സാധ്യമല്ല. രോഗമല്ലേ ഇരുന്നോട്ടെ. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഞാൻ ഇതെത്ര പറഞ്ഞിട്ടും മാറിയില്ല. കർത്താവേ മാറ്റണേ, വേണ്ടി അപേക്ഷിക്കണമേ, എത്ര പറഞ്ഞിട്ടും മാറിയില്ല. എന്നാ പിന്നെ സൈഡിൽ ഇരുന്നോട്ടെ ആണോ? ഹല്ലേലൂയ. നീ കൽപ്പിക്കണം, നീ പറയണം, രോഗാത്മാവേ നിനക്കിരിക്കേണ്ട സ്ഥലമല്ല ഇത് ദൈവത്തിന്റെ ആലയമാണ്. ലൂക്കയുടെ സുവിശേഷം 10:19. ലൂക്ക 10:19. പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. എന്ത് ചെയ്യാൻ അധികാരം തന്നിരിക്കുന്നത്? ചവിട്ടാൻ. ഉയ്യോ, പാമ്പും തേളിനെയും ചവിട്ടാനോ? ഏതാ? പഴയ പുരാതന പാമ്പ് സാത്താൻ. പുറകിക്കട കൊത്തുന്ന പിശാച്, വൈരി, പകയൻ. അതിനെ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു? ചവിട്ടി നടക്കാൻ. ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. എടാ, ഒരു പുതുപാത നിനക്ക് വേണ്ടി തുറന്നു തന്നിരിക്കുക. അവിടെ ഇതെന്തിനാ കേറി വന്നേ? കേറിയോ ചവിട്ടി കൂട്ടും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് പിശാചിന് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. വചന വെളിപ്പാട് ലഭിച്ചവനെ പിശാചിനറിയാം. ഹല്ലേലൂയ. ചവിട്ട് കിട്ടാതിരിക്കാൻ, ആ വഴിക്കവൻ വരാതിരിക്കാന്നോ. പല കാലക്കേടിനും വഴി തെറ്റി വന്നാൽ ചവിട്ടുകൊള്ളു. പണ്ടൊരു ശുശ്രൂഷകൻ ഒരു ചെരുപ്പ് കടയിൽ പോയി. ഇന്ത്യ ശുശ്രൂഷകനാണ്, യൂറോപ്യൻ രാജ്യത്ത് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ചെരുപ്പെടുത്ത് കൊടുക്കുന്നത് സൈസ് എത്രയാന്ന് ചോദിച്ചു. പുള്ളി ആത്മാവിൽ അവിടെ പോയിരിക്കുന്നു. പുള്ളി പറഞ്ഞു, സാത്താനോട് ചോദിച്ചു നോക്കണം. സാത്താനോട് ചെരുപ്പ് കാലിന്റെ സൈസ്. കാരണം പുള്ളിക്കറിയാം, പുള്ളി ഡെയിലി പിശാചിനെ ചവിട്ടി നടക്കുന്നവനാ. അപ്പൊ കറക്റ്റ് കാലിന്റെ സൈസ് ആർക്കറിയാം? പിശാചിനറിയാം. ചെക്കനിങ്ങനെ നോക്കിയിരിക്കുക, സാത്താനോട് ചോദിക്കും. അപ്പോഴാണ് പുള്ളി ആ ആത്മീയ ലോകത്ത് തോന്നുന്നത്, ഇത് ഇവിടെയാണ്. ഓക്കെ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. എന്നാ പറഞ്ഞേ? ഒന്നും. ഇടയ്ക്കൊക്കെ പിശാചി കയറി മാന്തൂന്നാണോ? ചിലര് പറഞ്ഞിരിക്കുന്ന ആവശ്യമില്ലാണ്ട് കയ്യൊന്നും വെച്ച് പ്രാർത്ഥിക്കണ്ട കേട്ടാ. പുള്ളി അങ്ങനെയെല്ലാം ചെയ്യും. അതുപോലൊന്നല്ലേ നമ്മളെ വെറുതെ പോയിട്ട് പിശാചിനെ തേനീച്ചക്കൂട്ടി കൈയിടേണ്ട കാര്യമുണ്ട. ചിലരുടെ പഠനമാണ്. വചനം പറഞ്ഞിരിക്കുന്നത് എന്താ? ഒന്നും നിങ്ങളെ. വേറെ ചിലര് പറയുന്നുണ്ട്, ഇപ്പൊ നീ കളിച്ചോ, നിന്റെ കൃപ കുറയുന്ന ഒരു സമയം. അതാരുടെ വാക്കാ? പിശാചിന്റെയാ.
നിന്റെ കൃപ കുറയുന്നു. നോ, കൃപ കുറയല്ല, കൃപ സമൃദ്ധമാകുകയാണ്. ഹല്ലേലൂയ. ഒരു നാളും നിന്നെ ഉപദ്രവിക്കുകയില്ല. ചില ശുശ്രൂഷകർക്ക്, ആത്മീയരെന്ന് പറയുന്നവർക്ക്, വീണ്ടും ജനിക്കപ്പെട്ടവർക്ക്, ദൈവ മക്കൾക്ക് പേടിയുള്ള വിഷയമാണ് പിശാച്. സാത്താൻ എന്ന് പറഞ്ഞാൽ മതി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദാണ്ട പിശാച് എന്ന് പറഞ്ഞാൽ മതി, പിന്നെ അതിൻ്റെ അടുത്തിരിക്കുക. ഒരു ദുരാത്മാവ് ഒരാളിൽ ഉണ്ടെന്ന് വെളിപ്പെട്ടെന്ന് പറഞ്ഞാൽ പിന്നെ പേടിയാ. മാറി ഇതൊക്കെ കരുതലോടെ നിൽക്കുക. പിശാചിനെ ഒഴിപ്പിക്കുക കേട്ടോ. നോക്കി എൻ്റെ മേൽ വരരുത്, എൻ്റെ മേൽ വരരുത്. ആരാ? ഇവിടുന്ന് ഒഴിഞ്ഞാൽ അടുത്ത സ്ഥലത്ത് കയറും. നിറ നീ ദൈവ പൈതലാണെങ്കിൽ, നിന്റെ അകത്ത് കൃപയിരിപ്പുണ്ടെങ്കിൽ, യേശു നിന്റെ അകത്തുണ്ടെങ്കിൽ, വെറുതെ വചനം കേട്ട് യേശുവെ സ്തോത്രം പറഞ്ഞ് വീട്ടിൽ പോയവനാണ്, അവന്റെ ഉള്ളിലാണ് ഈ 7 കയറിയത്. യേശുവിനെ കർത്താവായി ഹൃദയത്തിൽ വച്ചവന്റെ ഉള്ളിൽ കയറാൻ സാത്താന് സാധ്യമല്ല. പരിശുദ്ധാത്മാവിനാൽ വേർതിരിക്കപ്പെട്ടത് വിശുദ്ധമാണ്. വിശുദ്ധമായതിന്റെ മേൽ അശുദ്ധിക്ക് കരം വെക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു. ഒന്നും ഒരു നാളും നിങ്ങൾ ഉപദ്രവിക്കുകയില്ല. എല്ലാവരും പറഞ്ഞേ, ഒരു നാളും ഉപദ്രവിക്കുകയില്ല. സാത്താന്റെ മേൽ ചവിട്ടുവാനാണ് നിനക്ക് അധികാരം ലഭിച്ചിരിക്കുന്നത്. സാത്താൻ എന്ന് കേൾക്കുമ്പോൾ നീ എന്തിനു ഭയപ്പെടണം? പിശാച് എന്ന് പറഞ്ഞുകൊണ്ട് നീ ബൈബിൾ എടുത്ത് തലയിണക്കീഴ് വെച്ചിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. മുല കുടിക്കുന്ന ശിശുക്കൾ പോലും അവരുടെ നാവിൽ ബലം ലഭിച്ചിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൂരെ പോകുവാൻ കൽപ്പിക്കാം. ഈ എനിമിയുടെ മേൽ അധികാരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. Praise the Lord. And nothing shall by any means hurt you. ഒന്നിനും നിന്നെ ശല്യപ്പെടുത്താൻ, നിന്നെ തൊടാൻ, നിന്നെ ഉപദ്രവിക്കുവാൻ അധികാരമില്ല. ഹല്ലേലൂയ. പാമ്പിനെയും തേളിനെയും ഒക്കെ ചവിട്ടി നടക്കാൻ നിങ്ങളോട് പറഞ്ഞതാരാ? കീഴ്പ്പെടുത്താൻ കൽപ്പിച്ചിരിക്കുക. ചവിട്ടി നടക്കാനാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആവശ്യമില്ലാതെ ചവിട്ടൊന്നും വേണ്ട, വഴിമാറി പോയേക്കാല് അടുത്ത് ഇല്ലാതെ അയില പോണ്ട, ഇല പോയേക്കാം. ഹല്ലേലൂയ പറഞ്ഞേ. അവനുണ്ടെന്നറിഞ്ഞ അതിലെ പോയി ചവിടണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ചിലര് പറയുന്നത് എന്നെ ചെയ്യാനാ, എന്റെ ബലഹീനത ഇങ്ങനെയൊക്കെയാണ്. ഞാൻ ആ പാവത്തിൽ എപ്പോഴും മുന്നോണ്ടിരിക്കുക. പാവം ചെയ്യും, കുറ്റബോധം വരുമ്പോൾ പോയിട്ട് കുമ്പസാരിക്കും, പ്രൈസ് ലോർഡ് ഏറ്റുപറയും. ഒരു നന്മറിഞ്ഞ സ്വർസ്സനായൊക്കെ പറയും, ഞാനത് ചെല്ലും, തിരിച്ചു വരും. വീണ്ടും അടുത്ത ദിവസം ഞാൻ 10-40 വർഷമായി ഞാൻ അതേ കാര്യം ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുക. പറയുന്നത് എന്താ? ഇപ്പോഴും പാപം എൻ്റെ മേൽ ഭരണം നടത്തുന്നു. അങ്ങനെ പിശാചിന് നിങ്ങളുടെ മേൽ ഭരണം നടത്തുക സാധ്യമല്ല. ഇതല്ലേ പഠിപ്പിക്കേണ്ടത്? എടാ പാവി, എന്നാ വാ, നീ കുമ്പസാരിച്ചോ, പോയിക്കോ, വീണ്ടും വന്നോന്നാണോ? ആദ്യത്തെ മാർപ്പാപ്പ എന്ന് വിളിക്കുന്ന പത്രോസ് ഒരുവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ദൈവസന്നിധിയിൽ നിന്റെ ഹൃദയം ശുദ്ധമല്ല. ഹല്ലേലൂയ. എന്നാ വാ, നമുക്ക് അപ്പുറത്തേക്ക് മാറി കുമ്പസാരിക്കാന്നാണോ പറഞ്ഞത്? അല്ല, നിന്റെ ഉള്ളം ശുദ്ധമല്ല. അനുദപിച്ചു ദൈവത്തോട് ഏറ്റുപറയുക. ഒരുപക്ഷെ അവിടുന്ന് നിന്റെ പാപം ക്ഷമിച്ചു തന്നേക്കാം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിന്റെ മേൽ പാപത്തിന് ഭരണം നടത്തുവാൻ സാധ്യമല്ല കേട്ടോ. ഹലോ 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 ഹലോ. റോമക്കാർക്ക് എഴുതിയ ലേഖനം 6-14. റോമ 6:14. ഈ വചനം പാപശക്തിയിൽ നിന്ന് നിങ്ങളുടെ ഉള്ളത്തിന് സ്വാതന്ത്ര്യം തരികയാണ്. റോമക്കാർക്ക് എഴുതിയ ലേഖനം 6:14. ഒന്ന് കൈകൾ അടിച്ചുകൊണ്ട് ആ വചനത്തെ ഒന്ന് സ്വീകരിച്ചേ. വായിച്ചേ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല, കൃപയ്ക്കത്രേ അധീനരാകയാൽ, കൃപയ്ക്കത്രേ നിങ്ങൾ അധീനരാകയാൽ. നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല, കൃപയുടെ കീഴിലാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. പാപത്തിന് ഇനി നിങ്ങളിൽ കർത്തൃത്വം നടത്തുവാൻ, വാഴുവാൻ, അധികാരമെടുക്കുവാൻ നടത്തുകയില്ലല്ലോ, കഴിയുകയില്ലല്ലോ. പാപത്തിന് ഇനി നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്താൻ പറ്റുമോ?
ആ ചിന്ത ഇനി വീണ്ടും വീണ്ടും വന്നോണ്ടിരിക്കുവോ? ആ കാഴ്ച തന്നെ വന്നോണ്ടിരിക്കുവോ? ആ മോഹം നിങ്ങളെ പിടികൂടുവോ? നോ. മോഹം നിങ്ങളെ പിടികൂടാൻ തക്കവിധം നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലത്രേ. അതുകൊണ്ട് പാപത്തിന് നിങ്ങളുടെ മേൽ ഭരണം നടത്തുവാൻ കഴിയുകയില്ല. പാപം പോലും തോറ്റു മാറി ഇങ്ങനെ ഇരിക്കുക. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ആ വിവരദോഷി പറയുന്നത്, ഞാൻ ഭാവിയും ബലഹീനല്ലേ, ഭാവിയാ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. കൂടെ പോരാഞ്ഞിട്ട് അയൽക്കാരെ കൂടെ നശിപ്പിക്കാൻ വേണ്ടി എൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും ഹല്ലേലൂയ നാട്ടുകാരെയൊക്കെ ഇവിടെ പിഴപ്പിക്കാൻ വേണ്ടി നടക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്നിട്ട് ഓരോ വിശുദ്ധന്റെ പേരും പറഞ്ഞ് അവര് പറഞ്ഞ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതാ കള്ളം പറഞ്ഞിട്ട് വന്നിരിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നിങ്ങളുടെ മേലുള്ള അധികാരം എത്ര വലുതാണ്. ഏലിയാവിനെ പോലെ മഴ നിർത്തുവാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. മഴ പെയ്യിക്കുവാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. നിങ്ങളുടെ വാക്കിലാണ് അത് വരുന്നത്. ഒരു ശതാധിപൻ പറഞ്ഞില്ലേ, ഞാൻ 100 പേരുടെ മുകളിൽ നിൽക്കുന്നവനാ, ഒരുവനോട് വരാൻ പറഞ്ഞാൽ അവൻ വരും. അല്ലെ? മത്തായി 8 മുതൽ 10 വരെ വായിച്ചോണം. ഒരുവനോട് പോകാൻ പറഞ്ഞാൽ അവൻ പോകും. ഹല്ലേലൂയ. നിങ്ങൾ രോഗത്തോട് പോകാൻ പറഞ്ഞാൽ പോകും. ബാധകളോട് അഴിയാൻ പറഞ്ഞാൽ അഴിയും. നിൽക്കാൻ പറഞ്ഞാൽ അവിടെ നിൽക്കും. ഹല്ലേലൂയ. പിശാച് ഇളകുമ്പോ, എത്രയോ പിശാചികൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോ ഇളകിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ പിശാച് ഇളകുന്നത്? ഹല്ലേലൂയ. അലറി വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊക്കെ. ഹല്ലേലൂയ. ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, കൈ ഇങ്ങോട്ട് കാണിച്ചാൽ അങ്ങോട്ട് പോകും. ഹല്ലേലൂയ. റബ്ബന, നിങ്ങളുടെ മേലിരിക്കുന്ന അധികാരം സ്വർഗത്തിൽ നിന്ന് വന്നു. സകല ദൂതന്മാരും നിങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. രോഗവും ബാധയും ഒക്കെ നിങ്ങളുടെ അധികാരത്തിന് കീഴ്പ്പെടും. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1-ാം തിരുവചനം. അനന്തരം അവൻ തന്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു. മത്തായി 10:1. അനന്തരം അവൻ തന്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും. അവരോട് പറയുക, നിങ്ങൾ ആരെ പുറത്താക്കണം? അശുദ്ധാത്മാക്കളെ. ആരെ പുറത്താക്കണോ? അശുദ്ധാത്മാക്കളെ. ആരെ പുറത്താക്കണോ? അശുദ്ധാത്മാക്കളെ. അശുദ്ധാത്മാക്കളെ. വചനം കേൾക്കുന്ന നിങ്ങളെ കർത്താവ് ഭരമേൽപ്പിച്ചിരിക്കുന്നതാണ്. ആ ഭരമേൽപ്പിക്കപ്പെട്ട ആൾ, എൻ്റെ അപ്പ ഒരു അശുദ്ധാത്മാവ് പോകുന്നു നോക്കിയാട്ടെ. ആ പുള്ളി പറഞ്ഞപ്പോ തന്നെ പോയി. ഓ, ഭയങ്കര സംഭവം കേട്ടോ. അവരെ തന്നെ ഏൽപ്പിച്ചിരിക്കുക. എന്തിനെ പുറത്താക്കാൻ? അശുദ്ധാത്മാക്കളെ പുറത്താക്കാൻ. വായിച്ചോ. അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിക്കാനും അവർക്ക് അധികാരം കൊടുത്തു. സകലവിധ ദീനവും വ്യാധിയും. ചെറിയൊരു ജലദോഷം അല്ലാന്നെങ്കിൽ നോക്കിയേനു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എൻ്റെ അപ്പ ഇത് ക്യാൻസറാ. എത്രയായി? 4 സ്റ്റേജായി. ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ പ്രാർത്ഥിക്കുക കേട്ടാ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. ഹല്ലേലൂയ. സകലവിധ ദീനവും വ്യാധിയും. കോഴിക്കോട് മിംസിന്ന് സൗമ്യനെ ഓർമ്മയില്ലേ? തനിച്ച ഇനി കൊണ്ടുവരെ ബോഡിയായിട്ട് പോകാം എന്ന് പറഞ്ഞ് വീട്ടുകാരെ എല്ലാം വിളിച്ചു വരുത്തി പള്ളിയിൽ ഓർഡർ ഇട്ടു ശവക്കുഴി വെട്ടാൻ. പ്രസവത്തോടുകൂടെ ബ്ലീഡിങ് ആയതാ. ദിവസങ്ങൾ ബ്ലീഡിങ്, നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് മിംസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ ഡോക്ടർമാർ, വിദേശങ്ങളിലെ ഡോക്ടർമാരുമായെല്ലാം ചർച്ച നടത്തി മരുന്നുകൾ ചെയ്തു. ഒരു രക്ഷയില്ല. അവസാനം ഡോക്ടർ കൈയൊഴിഞ്ഞു, നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളൂ, ഇത് മരിക്കുകയാണ്, വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പോഴാണ് ഞങ്ങളുടെ കൂടെ അന്നുണ്ടായിരുന്ന ഒരു സഹോദരൻ ആ ഭർത്താവിനോട് പറഞ്ഞു, നമ്പർ കൊടുത്തിട്ട് വിളിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ചാലക്കുടിയില്ല. വിളിച്ചു. ഞാൻ കുളിക്കാൻ കയറാൻ തുടങ്ങാൻ നേരത്തെ ഫോൺ കുളിച്ച് 1 കപ്പ് വെള്ളം ഒഴിച്ചപ്പോൾ പുറത്ത് ബെല്ലടിച്ചോണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, അർജന്റ് കോൾ. വേഗം ഞാൻ ടൗലെടുത്ത് ചുറ്റി നനവോടുകൂടെ പുറത്തേക്ക് ഇറങ്ങി വന്ന് ആ മൊബൈൽ എടുത്ത് ഓൺ ചെയ്തു. രാവിലെ ഏതാണ്ട് ഒരു 10-10:30 ആയപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി കുളിക്കാൻ കയറിയതാ. എനിക്ക് കോൾ വന്നു. ബ്രദർ, ഒരു കരച്ചിലാണ്. ഞാൻ മിംസ് ഹോസ്പിറ്റൽ കോഴിക്കോട് നിന്ന് വിളിക്കുന്നു. എന്റെ ഭാര്യ അത്യാസന്ന നിലയിലാണ്.
ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നാട്ടുകാരെല്ലാം പുറപ്പെട്ടിട്ടുണ്ട് ബോഡി കൊണ്ടുപോകുവാൻ. കോമ സ്റ്റേജിലാണ് കിടക്കുന്നത്. വിളിച്ചിട്ട് ചലനമില്ല. ഡോക്ടേഴ്സ് കൈവിട്ടു. ഒന്ന് വരുമോ പ്രാർത്ഥിക്കാൻ? എന്നോട് ഇന്ന ബ്രദർ പറഞ്ഞതാണ്. ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു ചെല്ലുക. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു റൈറ്റ് നൗ, ഞാനിപ്പോൾ പുറപ്പെടാം. ഏതാണ്ട് ഇത്ര മണിയാകുമ്പോഴേക്കും ഞാൻ അവിടെ എത്തിച്ചേരും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. വേഗം കുളിച്ച് കിട്ടിയ ട്രെയിനിൽ ബുക്ക് ചെയ്യാനോ അല്ലെ നട്ടുച്ച നേരത്തുള്ള യാത്ര AC കമ്പാർട്ട്മെന്റിൽ പോകാനൊന്നും നേരമില്ല. ചാടി കയറി അടിച്ചു വിട്ട് കോഴിക്കോട് ഇറങ്ങി. അപ്പോഴേക്കും സുഹൃത്ത് ഓട്ടോറിക്ഷയുമായിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അതിനകത്ത് കയറി നേരെ മിംസിൽ ചെന്ന് ആ ഹോസ്പിറ്റലിന്റെ മുകളിലത്തെ നിലയിലേക്ക് കടത്തിയിരിക്കുന്ന ICUവിന്റെ പുറത്തേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു ജനക്കൂട്ടം. നാട്ടിൽ നിന്ന് ആൾക്കാരെല്ലാം ബോഡി എടുക്കാൻ വന്നിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ആ സഹോദരന്റെ ഭർത്താവ് എവിടെയാണ്? കണ്ണുനീരോടെ കലങ്ങിയ മുഖത്തോടെ കണ്ണ് ചുവന്നൊരു ഭർത്താവ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വരിക, നമുക്ക് അവളെ കാണാൻ പോകാം. ഡോക്ടേഴ്സിന് ഒരു വിഷയമില്ല, ICUവിൽ കയറി ആർക്ക് വേണമെങ്കിലും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. നേരെ ഞങ്ങൾ കയറി. ഞാന്, ഭർത്താവുണ്ട്, ആ കൂടെ തങ്കച്ചൻ എന്ന് പറഞ്ഞ സഹോദരനുണ്ട്. ഈ രോഗിയുടെ അടുത്ത് 2 നേഴ്സുമാർ സ്റ്റാഫുമാരുണ്ട്. അവര് ഞങ്ങൾ അവസാനം കാണാൻ വന്നതാ. മരിക്കുന്നതിന് മുമ്പ് വിചാരിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. എല്ലാ ഉപകരണങ്ങളും എല്ലാം നെഞ്ചത്തും മൂക്കിക്കൂടെ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. സ്റ്റക്കായി നിൽക്കുക. അപ്പൊ നേഴ്സിനോട് ചോദിച്ചു, എന്താണ്? അത് കോമ സ്റ്റേജിലായി, ഇനി തിരിച്ചു വരികയില്ല. വിളിച്ചാലൊന്നും അറിയല്ലേ, നോ, പ്രതികരണമൊന്നുമില്ല, ഇത് മരണത്തിലേക്ക് പോകാൻ പോവുക. അപ്പോൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ സഹോദരിയോട് ജീവന്റെ വചനം ഞാൻ പറയാൻ തുടങ്ങി. ഹല്ലേലൂയ. ആ നേഴ്സുമാർ 2 പേരും ഇങ്ങനെ തോണ്ടുകയായി. ഒരു പുതിയൊരു ഭ്രാന്തൻ ഏതാ കോമ സ്റ്റേജിൽ കിടക്കുന്ന ഒരാളുടെ അടുത്ത് വന്നിട്ട് വചനം പറഞ്ഞുകൊണ്ടിരിക്കുക, സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനോട് പറഞ്ഞു, യേശു നിന്റെ പാപത്തെ വഹിച്ചു മകളെ. ഈ നേഴ്സുമാരുടെ പിറുപിറുക്കിൽ എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, നീ സുബോധത്തിലല്ല കിടക്കുന്നതെങ്കിലും ഞാൻ സംസാരിക്കുന്നത് നിന്റെ ആത്മാവിനോടാണ്. ആത്മാവി വചനം വിത്ത് സ്വീകരിക്കുന്നുണ്ട്. എനിക്കത് വ്യക്തമായിട്ടറിയാം. ഞാൻ അവളോട് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, കൈക്കൊള്ളുക യേശുവിനെ, ഈ രക്ഷകനെ കൈക്കൊള്ളുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം ഞാൻ അല്പനേരം പ്രാർത്ഥിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ അവളെ വിളിച്ചു. അവളുടെ പേര് ചൊല്ലി വിളിച്ചു. കോമ സ്റ്റേജിൽ കിടക്കുന്നവരെ വിളിച്ചപ്പോൾ നേഴ്സുമാരി ചിരിച്ചുകൊണ്ടിരിക്കുക. ഇത് ഞങ്ങൾ 3-4 ദിവസമായിട്ട് എത്ര ശ്രമിച്ചതാണ്, ഡോക്ടർമാർ ശ്രമിച്ചതാണ്. ഞാൻ 2ാമത്തെ വിളി വിളിച്ചപ്പോൾ അവളുടെ കണ്ണിന്റെ ഇവിടുന്ന് കണ്ണുനീര് താഴോട്ടൊഴുകി. 3ാമത്തെ വിളിയിൽ വേക്കപ്പ് സീന. ആ നിമിഷം തന്നെ അവൾ കണ്ണു തുറന്നു. ഹല്ലേലൂയ. മരണത്തിൽ നിന്ന് അവൾ ജീവനിലേക്ക് തിരിച്ചു വന്നു. ഞാൻ പുറത്തിറങ്ങിയ ഭർത്താവിനോട് പറഞ്ഞു, നീ എല്ലാം കഴിച്ചോ? അവൻ പറഞ്ഞു, ഒന്നും കഴിച്ചിട്ടില്ല. നമ്മൾ വാടാ ബിരിയാണി കഴിച്ചോളാൻ പറഞ്ഞു. ഞങ്ങൾ പോയി അവന് ബിരിയാണി വാങ്ങിക്കൊടുത്തു. ഞങ്ങൾ പൊറോട്ട ഏതാണ്ട് കഴിച്ചു. ഹല്ലേലൂയ. അന്ന് വൈകുന്നേരം അവൾ കട്ടൻ കാപ്പി കുടിച്ചു. അന്ന് വൈകിട്ട് തന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഡോക്ടർമാർ പറഞ്ഞു, ഇതൊരു മിറക്കിളാണ്, ഇതൊരു അത്ഭുതമാണ്. ഹല്ലേലൂയ. സകലവിധ ദീനവും, സകലവിധ രോഗവും സൗഖ്യമാക്കുവാൻ നമ്മുടെ മേൽ അധികാരം വെളിപ്പെട്ടിട്ടുണ്ട്. സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. ഹല്ലേലൂയ. എല്ലാ ദീനവും സൗഖ്യമാക്കും. ഈ ദീനത്തിന്റെയും വ്യാധികളുടെയും പുറകിലിരിക്കുന്ന ദുരാത്മാക്കളാണ്. ഹല്ലേലൂയ. ലൂക്കയുടെ സുവിശേഷം 9-ാം അധ്യായം 1, ലൂക്ക 9:1 വായിക്കാം. അവൻ 12 അടുക്കൽ വിളിച്ച് സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. മത്തായി 10:1 സകല വ്യാധികളെയും രോഗങ്ങളെയും പൊറുപ്പിപ്പാൻ അധികാരം കൊടുത്തു. ലൂക്ക 9:1 പറയുകയാണ്, സകല ഭൂതങ്ങളുടെ മേലും അധികാരവും ശക്തിയും. ഭൂതങ്ങൾ വ്യത്യസ്തമായ നിലകളിലുണ്ട്. ഹല്ലേലൂയ. ചെറിയ കുട്ടിഭൂതങ്ങളുണ്ട്. അതാണ് മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഓടിക്കുന്നത്. ആരെയാ? കുട്ടിപ്പിശാചിക്കളെ, ചെറിയ അശുദ്ധാത്മാക്കളെ. എന്നാൽ ശക്തരായ ചില ദൂതന്മാരുണ്ട്, ദുരാത്മാക്കളുണ്ട്. സകലവിധ ദൂതന്മാരുടെ മേലും സകലവിധ ഭൂതാത്മാക്കളുടെ മേലും നിനക്ക് അധികാരവും ശക്തിയും തരികയാണ്. നീ വാ തുറന്ന് പറഞ്ഞു തുടങ്ങുക. നീ കണ്ണു തുറന്ന് അവയെ കണ്ടു തുടങ്ങുക. ഹല്ലേലൂയ. സഭയെ, വീണ്ടും ജനിക്കപ്പെട്ടവരെ, ദൈവമക്കളെ,
സകല ഭൂതങ്ങളുടെ മേലും നിങ്ങൾക്ക് അധികാരമുണ്ട്. ഹല്ലേലൂയ. സകല വ്യാപാരങ്ങളുടെ മേലും നിങ്ങൾക്ക് അധികാരമുണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തില് ഏത് നെഗറ്റീവ് സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും, നിങ്ങളുടെ ജീവിതത്തെ തകർക്കാനും നശിപ്പിച്ചു കളയാനും വരുന്നതിനെയെല്ലാം നിങ്ങളുടെ മേൽ വന്നിരിക്കുന്ന സ്വർഗീയ അധികാരത്താൽ നിങ്ങൾക്ക് പരാജിതമാക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ അധികാരത്താൽ, ഈ പവറിനാൽ, ഈ ശക്തിയാൽ പഴയ നിയമ വിശുദ്ധന്മാർ പോലും രാജ്യങ്ങളെ അവർ അടക്കിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. എബ്രായർ 11:33 പറയുകയാണ്, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു. ഹലോ, നിങ്ങളുടെ മേൽ വന്നിരിക്കുന്ന അധികാരത്താൽ ദൈവം നിങ്ങളോട് പറഞ്ഞ പ്രോമിസുകൾ, വാഗ്ദത്തങ്ങൾ നിങ്ങൾക്ക് പ്രാപിക്കാൻ പറ്റും. ഒന്നാമത്തെ വാഗ്ദത്തമാണ് ഹല്ലേലൂയ. എൻ്റെ പിതാവ് എനിക്ക് വാഗ്ദത്തം നൽകിയ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. ഈ വാഗ്ദത്തത്തെ നിങ്ങളുടെ അവകാശമാക്കുവാൻ നിങ്ങളുടെ അധികാരത്തെ ഉപയോഗിക്കുക. ഹലോ, നിങ്ങൾ പറയുക, ഈ അധികാരത്താൽ ആ വാഗ്ദത്തത്തെ ഞാൻ അവകാശമാക്കുകയാണ്. വാഗ്ദത്തത്തെ ഞാൻ എൻ്റെ സ്വന്തമാക്കുകയാണ്. അന്യഭാഷയിൽ സംസാരിക്കണമെന്നത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. നീ പ്രവചിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ അവസാന നാളുകളിൽ സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ വന്നിരിക്കുന്ന അധികാരത്താൽ ആ വാഗ്ദത്തത്തെ നിങ്ങളുടെ അവകാശമാക്കുവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എബ്രായർ 11:33 ഒന്ന് വായിച്ചേ. എബ്രായർ 11:33. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു. സിംഹങ്ങളുടെ വായ അടച്ചു. ആരുടെ വായടച്ചു? സിംഹങ്ങളുടെ വായടച്ചു. അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചുറ്റി നടക്കുന്നതിന്റെ ഹല്ലേലൂയ. നിങ്ങളുടെ ദേശത്ത്, നിങ്ങളുടെ രക്തബന്ധത്തിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ചുറ്റി നടക്കുന്ന പിശാചിന്റെ വായടയ്ക്കുവാൻ നിന്റെ മേൽ അധികാരമുണ്ട്. 34. തീയുടെ ബലം കെടുത്തു. തീയുടെ ബലം കെടുത്തു. ഏതാ? നിങ്ങളെ നശിപ്പിക്കാൻ വരുന്ന അഗ്നി, നിങ്ങളുടെ പ്രാണനെ നശിപ്പിക്കാൻ വരുന്ന അഗ്നി, നിങ്ങളെ നിത്യജീവനിൽ നിന്ന് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന അഗ്നിയെ, ആ പാപത്തിന്റെ അഗ്നിയെ, വീഴ്ചയുടെ അഗ്നിയെ, ബലഹീനതയുടെ അഗ്നിയെ കെടുത്തിക്കളയുവാൻ അധികാരം നിങ്ങളുടെ മേലുണ്ട്. ഹല്ലേലൂയ. അടുത്ത വായിച്ചേ. വാളിന്റെ വായ്ക്ക് തെറ്റി. എസ്കേപ്ഡ് ദ എഡ്ജ് ഓഫ് ദ സോർഡ്. വാളിന്റെ വായ്ത്തലയ്ക്ക് തെറ്റി. ഒരു ഏതാ? അധികാരത്താൽ, വിശ്വാസത്താൽ, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. യുദ്ധത്തിൽ അന്യന്മാരുടെ ഏലിയൻസിനെ ഓടിച്ചു എന്ന ഇംഗ്ലീഷിൽ കേട്ടോ. ഹല്ലേലൂയ. ഏതാ? ദുരാത്മാക്കൾ ഒരു കൂട്ടമായി, സൈന്യമായി വന്നാലും അതിന്റെ മേൽ നിനക്ക് വാഴ്ചയുണ്ട്, അധികാരമുണ്ട്. ഹല്ലേലൂയ. അപ്പ പറയുന്നു, എൻ്റെ കെട്ടിയോൻ എന്തോ ചെയ്തു, ബന്ധു എന്തോ ചെയ്തു, ആ മന്ത്രവാദി ആടി എന്തോ വന്ന് പൂജിച്ച് മുട്ട കുഴിച്ചിട്ട് ബ്രദറേ ഗേറ്റിൽ എഴുന്നേറ്റ് വന്നപ്പോ എന്തെല്ലോ കുഴിച്ചിട്ട്. നമ്മളിപ്പോ അതിലെ പോകുന്നില്ല. പിന്നെ ഏരിയ പോകുന്നു കിഴക്ക് വശത്ത് കൂടെ കിണറിന്റെ സൈഡിൽ കിട മതിലിയാടിയിട്ടാ പോകുന്നത്. അപ്പൊ വണ്ടി എല്ലായിടത്ത് തന്നെയുണ്ട്, ഇറക്കുന്നില്ല. കാരണം അതിന്റെ മുകളിൽ കൂടെ പോയാൽ എന്തെങ്കിലും എടാ ആ മുട്ടയൊക്കെ എങ്ങനെങ്കിലും മാന്തി എടുക്കുക, എന്നിട്ട് പോയി പൊരിച്ചു നിന്നെ വിറ്റാമിൻ കയറട്ടെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അന്യന്മാരുടെ സൈന്യങ്ങളെ, ഏലിയൻസിനെ, ദുരാത്മശക്തികളെ ഓടിക്കാനുള്ളവരാണ് നിങ്ങൾ. ഹല്ലേലൂയ. സ്വർഗീയ ഫലം പുറപ്പെടുവിക്കുവാൻ സ്വർഗം നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അത്തിവൃക്ഷത്തോട് അല്ലേ യേശു പറഞ്ഞില്ലേ,
ഫലം പുറപ്പെടുവിക്കാനും നമുക്ക് പറ്റും, ചിലതിനോട് കൽപ്പിച്ച് അടയ്ക്കാനും നമുക്ക് പറ്റും. വേണ്ട സമയത്ത് ഫലം കൊടുക്കാതിരുന്നാൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റും? അടയ്ക്കാൻ പറ്റും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ മേലുള്ള അധികാരം വലുതാണ് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 21:18 കേട്ടോ അത്തിവൃക്ഷത്തോട് യേശു സംസാരിച്ചത്. ഹല്ലേലൂയ. എന്താ അത് അർത്ഥമാക്കുന്നത്? നിങ്ങളുടെ ദേശത്ത് വരാനുള്ള പ്രകൃതി ദുരന്തങ്ങളെ നീക്കം ചെയ്യുവാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. ഹല്ലേലൂയ. വരൾച്ചകളെ നീക്കം ചെയ്യാൻ അധികാരമുണ്ട്. പ്രളയത്തെ നീക്കാൻ അധികാരമുണ്ട്. ഒരിക്കൽ ഒരു സ്ഥലത്ത് ഞാൻ പ്രളയത്തെ എന്ന് പറഞ്ഞപ്പോൾ ഒരു കൊച്ചു പറയാം പ്രണയത്തെ. വീണ്ടും പറഞ്ഞു പ്രണയത്തെ. പ്രണയത്തെയും അഴിക്കാൻ അധികാരമുണ്ട്. ഹല്ലേലൂയ. കൊടുങ്കാറ്റിനെ നിർത്താൻ നിങ്ങൾക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. അലറിയടിച്ചു വരുന്ന കൊടുങ്കാറ്റിനെ നിങ്ങൾക്ക് നിർത്താൻ പറ്റും. നിങ്ങൾക്ക് അതിനുള്ള അധികാരമുണ്ട്. ഹല്ലേലൂയ. എന്തിനാ? സുനാമിയെ തിരിച്ചുവിടാൻ നിങ്ങൾക്ക് പറ്റും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. മരണത്തെ പോലും തിരിച്ചു വിളിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. അപ്പോസ്തലപ്രവൃത്തികളിൽ അപ്പോസ്തലന്മാർ ചെയ്ത് കണ്ടിട്ടില്ലേ? അപ്പോസ്തലപ്രവൃത്തി 9-40 പത്രോസ് തബീത്ത എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ മുറിയിലുണ്ടായിരുന്നവരെല്ലാം പുറത്താക്കി മുട്ടുകുത്തി ദൈവസന്നിധിയിൽ പത്രോസ് പ്രാർത്ഥിച്ചു. എന്നിട്ട് ആ ബോഡിയുടെ നേരെ തിരിഞ്ഞ് പത്രോസ് പറഞ്ഞു, തബീത്തയെ എഴുന്നേൽക്കുക, തബീത്തയെ എഴുന്നേൽക്കുക, തബീത്ത റൈസ്. and she opened her eyes. hallelujah. അവൾ കണ്ണു തുറന്ന് പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നു. നിങ്ങളുടെ മേൽ വന്നിരിക്കുന്ന അധികാരം അത്ര വലുതാണ്. ഹല്ലേലൂയ. ഉണരുക, റൈസ്, എഴുന്നേൽക്കുക, ആത്മാവിലാവുക. സ്വർഗം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. അവിടുത്തെ അധികാരം നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 2:39 വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തി 2:39. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും, നിങ്ങളുടെ മക്കൾക്കും, മക്കൾക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വാഗ്ദത്തം നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ മക്കൾക്കുണ്ട്. അല്ലേ? മക്കൾക്കുള്ളതാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. വാഗ്ദത്തം നിങ്ങളുടെ മേൽ ഇറങ്ങാൻ പോവാ. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ, വാഗ്ദത്തം എനിക്കുള്ളതാണ്, എന്റെ കുടുംബത്തിനുള്ളതാണ്, എന്റെ മക്കൾക്കുള്ളതാണ്. വാഗ്ദത്തം എനിക്കും എന്റെ മക്കൾക്കും. അടുത്ത നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന, നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന, തന്റെ അരികിലേക്ക് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ വചനം കേട്ടപ്പോൾ 37 തൊട്ട് വായിച്ചു. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട്, വചനം കേട്ടപ്പോൾ ഹൃദയത്തിൽ കുത്തുകൊണ്ട്, പത്രോസിനോടും എന്ന് പറഞ്ഞാൽ ഉള്ളിൽ അവരുടെ തെറ്റുകളെ ഓർത്ത് അവർക്ക് ഒരു അനുതാപം ഉണ്ടാകാൻ തുടങ്ങി. അവർ പത്രോസിനോടും ശേഷം അപ്പസ്തോലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. ഞങ്ങൾ ഇനി രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? പല ചോദ്യങ്ങളാണ് അല്ലെ? ചിലര് ചോദിക്കുന്നത് എന്തിനാ? ശുശ്രൂഷ ചെയ്യുന്നവനെ കുത്താൻ വേണ്ടിയിട്ടാ. ഈ ചോദ്യം കണ്ടിട്ടില്ലേ? ഒരു വളവും ഉണ്ട്, ഒരു കുത്തുമുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ചിലര് ചോദ്യം ചോദിക്കുന്നത് അങ്ങനെയാ, ഒരു വളവും ഒരു കുത്തും. എന്നാൽ ഈ വളവിനെ അങ്ങ് നിവർത്തി അടിയിലൊരു കുത്തിട്ടാലോ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ആ വളഞ്ഞുള്ള കുത്തൊക്കെ അങ്ങ് നിർത്തിയച്ച് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. രക്ഷപ്പെടാനുള്ള ആഗ്രഹത്തോടെ ചോദിക്കാൻ തുടങ്ങുക ദൈവത്തോട്. അപ്പോസ്തലന്മാരോട് ചോദിക്കാൻ തുടങ്ങുക, ഞങ്ങൾ എന്ത് ചെയ്യണം? അടുത്തത് പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട്, നിങ്ങളുടെ തെറ്റുകളെ ഓർത്ത് ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട്, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി, പാപമോചനം ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞതുകൊണ്ട്, ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നിങ്ങളുടെ പാപം യേശു വഹിച്ചതുകൊണ്ട്, ഹല്ലേലൂയ, നിങ്ങൾ അതോർത്ത് മാനസാന്തരപ്പെട്ട്
ഓരോരുത്തരും യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. അടുത്തത്, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. വിശ്വസിച്ച് സ്നാനമേൽക്കുന്ന ഒരാൾക്ക് പോലും ആത്മസ്നാനം ഒഴിവാക്കപ്പെടുകയില്ല. ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറയട്ടെ, അതിനു മുമ്പും ആത്മസ്നാനം ലഭിക്കും. കൊർന്നേലിയുസിന്റെ ഭവനത്തിൽ പത്രോസ് പോയി പ്രസംഗിച്ചപ്പോൾ വചനം കേട്ടുകൊണ്ടിരുന്ന അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്തിനാണ് സ്നാനത്തിന് മുമ്പ് അവരുടെ മേൽ ഇറങ്ങി വന്നത്? പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തുന്നവനാണ്. അവരെ സത്യത്തിലേക്ക് നടത്തുവാൻ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു. നമ്മെപ്പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഇവരെ ജലസ്നാനം ഒഴിവാക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞ് അവരെ സ്നാനപ്പെടുത്തുവാൻ പത്രോസ് കൽപ്പിച്ചു. ഹല്ലേലൂയ. ജലത്തിൽ വിശ്വസിച്ച് സ്നാനമേൽക്കുന്നതിന് മുമ്പ് ആത്മാവിനെ ആരെങ്കിലും പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവ് അവരെ നിശ്ചയമായും ജലസ്നാനത്തിലേക്ക് നടത്തും. ജലസ്നാനം ഏതെങ്കിലും മതത്തിൽ ചേരാനല്ല, ഏതെങ്കിലും ഗ്രൂപ്പിൽ ചേരാനല്ല. വചനം പറയുന്നത് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നാം എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സ്നാനം യേശുവിനോടൊപ്പം മരിക്കുന്നതും യേശുവിനോടൊപ്പം സംസ്കരിക്കപ്പെടുന്നതും യേശുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെടുന്നതുമാകുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യേശുവിനെ ധരിക്കുന്നതാണ് സ്നാനം. യേശു സ്നാനമേറ്റ ഉടനെ സ്വർഗം തുറന്നു. നിന്റെ ജീവിതത്തിൽ സ്വർഗത്തെ തുറക്കുന്ന ഒരു ശുശ്രൂഷയാണത്. ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരെഴുതപ്പെടുന്ന ഒരു ശുശ്രൂഷയാണത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ ആദ്യമായി ഒരു ശുശ്രൂഷയിൽ പങ്കുകൊണ്ടിരുന്നപ്പോൾ അന്നുള്ളത് കറയില്ലാത്ത വചന ശുശ്രൂഷയായിരുന്നു. ആ ശുശ്രൂഷയിൽ ഏറ്റവും പുറകിൽ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ധ്യാനത്തിൽ ഏറ്റവും പുറകിൽ ഞാൻ ഇരുന്ന സമയത്ത് ഒരു പ്രാർത്ഥന നടക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വശം മുഴുവൻ പെൺകുട്ടികൾ, ഒരു വശം മുഴുവൻ ആൺകുട്ടികൾ. ഞാൻ ഏറ്റവും പുറകിലാണ് പോയി നിൽക്കുന്നത്. വില്ലനായതുകൊണ്ടാണ് ഏറ്റവും ബാക്കിൽ പോയി ഇരിക്കുന്നത്. കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കൈ ഇങ്ങനെ മാത്രം വെച്ചു. കൈ ഉയർത്താൻ എനിക്ക് നാണക്കേടാണ്. കാരണം ഇങ്ങേ സൈഡിൽ പെൺകുട്ടികളാണ്, പുറകിൽ കുറച്ച് ചേച്ചിമാരും സിസ്റ്റേഴ്സൊക്കെ നിപ്പുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചു. എന്നാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കും പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം ഉണ്ടായി. ഞാനും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനും സ്തുതിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ശരീരത്തിലൂടെ എന്തോ ഒരു തിരയടിക്കുന്നത് പോലെ എൻ്റെ പുറമേ ഒരു അനുഭവം ഉണ്ടാകാൻ തുടങ്ങി. അത് പതുക്കെ പതുക്കെ എൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങാൻ തുടങ്ങി. എൻ്റെ ഉള്ളിൽ ഒരിക്കലും ലഭിച്ചിട്ടില്ലാത്ത ഒരു സന്തോഷം നിറയാൻ തുടങ്ങി, ഒരാനന്ദം നിറയാൻ തുടങ്ങി. എൻ്റെ ശരീരം ചെറുതായി ഷിവറി ചെയ്യാൻ തുടങ്ങി. ഞാനൊരു കുഞ്ഞിനെ പോലെ കരയാൻ തുടങ്ങി. എൻ്റെ രണ്ട് കൈയും ആരോ പിടിച്ചുയർത്തിയതുപോലെ തന്നെ ഉയർന്നു നിന്നു. ഞാൻ ഒച്ചത്തിൽ കരഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഞാൻ കരയുന്നത് ദുഃഖം കാരണമല്ല, സന്തോഷം മൂലം ഞാൻ കരയാൻ തുടങ്ങി. സന്തോഷത്തോടെ ഞാൻ കരയാൻ തുടങ്ങി. ശരീരത്തിൽ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയായി. ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അന്ന് വരെ കേട്ടിട്ടില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളെ കുറിച്ച് കേട്ടിട്ടില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനം എനിക്ക് ലഭിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ അകത്ത് ആ വചന ശുശ്രൂഷയിൽ ഒരു ആഗ്രഹം ഉണ്ടാകാൻ തുടങ്ങി, ഒരു ദാഹം ഉണ്ടാകാൻ തുടങ്ങി. ആ സുവിശേഷകരെ പോലെ എനിക്കുമാകണമെന്നൊരു ആഗ്രഹം എൻ്റെ ഉള്ളത്തിൽ കിട്ടിയപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ മേലിറങ്ങി വന്നു. ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിന്റെ അതിര് വർദ്ധിക്കാൻ തുടങ്ങി. സന്തോഷം നിറഞ്ഞു കവിയാൻ തുടങ്ങി. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ മതി, ഇതൊന്ന് അവസാനിപ്പിക്കും, ഞാൻ ചത്തുപോകും, എന്റെ ഹൃദയം അടിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്യഭാഷ എന്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്ത എന്റെ വായിലൂടെ എന്തൊക്കെയോ ജൽപ്പനങ്ങൾ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. എല്ലാവരും ഇരുന്നപ്പോ എല്ലാവരുടെയും പുറകിൽ ഷോ കാണിച്ചുകൊണ്ടിരുന്ന എന്നെ ഞാനിങ്ങനെ തന്നെ നിന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇരുന്നപ്പോ ഒച്ചകെട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കിയപ്പോ ഞാനിങ്ങനെ ഒരു സിസ്റ്റർ എന്റെ പുറകെ വന്നിട്ട് തോളി പിടിച്ച് എന്റെ അവിടെ ഇരുത്തി. ഞാൻ നിങ്ങളോട് പറയട്ടെ, അന്ന് മുഴുവൻ ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു. എന്റെ തൂവാല എടുത്ത് എന്റെ കണ്ണ് ഇരുന്നു ബൂക്കിക്കരയോളൂ.
ഹല്ലേലൂയ. കണ്ടിക്ക് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവസ്നേഹം നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല, സന്തോഷം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ പുതിയതായി മാറേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വന്തമായി. ഹല്ലേലൂയ. ഈ വാഗ്ദത്തം നിങ്ങൾക്കുള്ളതാണ്, തന്റെ അടുക്കിലേക്ക് വിളിച്ചു വരുത്തുന്നവർക്കുള്ളതാണ്. ഒന്ന് ദൈവസന്നിധിയിൽ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ദാഹത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങുക. സ്വർഗം നിന്നെ അധികാരിയാക്കിയിട്ടുണ്ട്, സ്വർഗം നിന്റെ മേൽ അധികാരം വെച്ചിട്ടുണ്ട്. നീ വീണ്ടും ജനിക്കപ്പെട്ട ദൈവ പൈതലാണ്, നീ പുതിയ സൃഷ്ടിയാണ്. ആരാധിച്ചു തുടങ്ങിക്കോ, സ്തുതിച്ചു തുടങ്ങിക്കോ. ഹല്ലേലൂയ. യേശുവേ, പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ. വിശ്വാസത്തോടെ അധികാരത്തോടെ വാഗ്ദത്തങ്ങളെ സ്വന്തമാക്കുക, അനുഗ്രഹങ്ങളെ പ്രാപിക്കുക. എല്ലാ ഇരുളുകളെയും വാഴ്ചകളെയും ഞാൻ ശാസിക്കുന്നു, പുറത്താക്കുന്നു, സ്വതന്ത്രമാക്കുന്നു, വിടുവിക്കുന്നു. ആത്മമനുഷ്യൻ ശക്തി പ്രാപിക്കട്ടെ. വാഗ്ദത്തം നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളുടെ മക്കൾക്കുള്ളതാണ്, തന്റെ അടുക്കലേക്ക് വിളിക്കുന്ന ഏവർക്കുമുള്ളതല്ലോ.